ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം പറച്ചിലല്ല, നല്ലൊരു ഫിഷ് കറിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കാനും. കുക്കിംഗ് ചാനൽ തുടങ്ങാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ശരിക്കുള്ള അറിവൊന്നുമില്ല. അതുകൊണ്ടിങ്ങനെ എനിക്കറിയാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. കുക്കിംഗ് ചാനലിലാവുമ്പോൾ അതിനെപ്പറ്റി നല്ലോണം സംസാരിച്ചിട്ട് പ്രസൻറ്റ് ചെയ്യണ്ടേ, മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ എനിക്കറിയില്ല. അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് എനിക്കങ്ങനെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഫ്യൂഷനായിട്ട് ചിലപ്പം കുറേ വിശേഷം പറഞ്ഞിട്ടിടും, ചിലപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടൽ കുക്ക് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. പിന്നെ ഇല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാൻ, എൻ്റെ ഈ പ്രകൃതി ഭംഗി, എൻ്റെ മുറ്റത്ത് തന്നെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള പ്രകൃതി ഭംഗിയും ചെടികളും അതെല്ലാം കാണിച്ചിട്ടുള്ള വീഡിയോ അല്ലേ ഞാനിടൽ. അപ്പോൾ ഇന്ന് നല്ലൊരു കറീൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. ഫിഷ് കറി, നല്ല കുഞ്ഞിമത്തി കറി വെച്ചത്. കുഞ്ഞിമത്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. കാരണം എപ്പോഴും അവൈലബിളായിട്ട് കിട്ടുന്ന വലിയ ഡിമാൻഡൊന്നും ഇല്ലാത്ത മീനല്ലേ കുഞ്ഞിമത്തി. അതേപോലെ തന്നെ എനിക്കിന്ന് കുഞ്ഞിമത്തി കിട്ടിയാലും ഭയങ്കര മൂഡൗട്ടായിപ്പോയി. ഇതിനെക്കൊണ്ട് എന്താ ചെയ്യാൻ, കാരണം എപ്പോഴെങ്കിലും തിന്നുമ്പോൾ കുഞ്ഞിമത്തിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ എപ്പോഴും ആകുമ്പോൾ ഒരു മടുപ്പല്ലേ. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇന്ന് കുഞ്ഞിമത്തി കിട്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇതിനെന്താ ചെയ്യാൻ. പക്ഷെ നല്ല മത്തി, നല്ല പിടക്കുന്ന, നല്ല ഫ്രഷ്, നല്ല സിൽവർ കളറുള്ള മത്തി. കുറച്ച് വഴുവഴുപ്പുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുതിയ മത്തിക്ക് ഇങ്ങനെ ഉണ്ടാവുക, കൈമേൽ നിൽക്കുന്നില്ല. ഒന്നാമത് ചെറിയ മത്തി ആയതുകൊണ്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോന്നു. ഭയങ്കര ബുദ്ധിമുട്ടിപ്പോയി കുറച്ച് മത്തി മുറിക്കാൻ. അത്രയും സമയം നിന്നിട്ട് മുറിക്കണ്ടേ. ഒന്നാമത് എനിക്ക് ഭയങ്കര കാലടിച്ചില്ല. അപ്പോൾ ഇതിങ്ങനെ കുറേ സമയം ഇതിങ്ങനെ വഴുവഴുന്നിട്ട് ഇങ്ങനെ കയ്യിൽ നിന്ന് വിട്ടു പോന്നു. അതിനിങ്ങനെ പിടിച്ച് വെച്ചിട്ടുള്ള കത്രിക വെച്ച് അതിൻ്റെ തുള്ളിയെല്ലാം പോക്കണ്ടേ. കുറച്ച് ബുദ്ധിമുട്ടിപ്പോയി. എന്നാലും സാരമില്ല, നല്ലൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളെ സ്റ്റൈൽ, ഞാൻ എൻ്റെ വീട്ടിൽ പണ്ടേ എൻ്റെ ഉമ്മയും ഉമ്മാമയും എൻ്റെ അടുത്തെല്ലാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതേപോലെ ഒരു സ്റ്റൈലിൽ നല്ല കുഞ്ഞിമത്തിക്കറി, നമ്മളെ നാടൻ സ്റ്റൈൽ. അപ്പോൾ അതിന് എന്താ ഞാൻ പറയാൻ, അതിന് വേണ്ടിയിട്ടൊരു പകുതി മുറി തേങ്ങ ചിരകിയിട്ടെടുത്ത് അതിലേക്ക് പിന്നെ ഒരു ടീസ്പൂൺ മുഴുവനും കാശ്മീരി മുളക് പൊടിയിട്ട്, പിന്നെ ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടിയിട്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, ഒരു ചെറിയ കഷ്ണം ഉള്ളിയും, സാധാരണ നമ്മൾ വലിയ ഉള്ളി, പക്ഷേങ്കിൽ കുഞ്ഞുള്ളി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടിട്ടില്ല. അതുമാത്രമല്ല, ഇതിനെ അരക്കാനുള്ള 2-3 പൊളിച്ചിട്ടിടാൻ എനിക്കിഷ്ടമാണ്. ഒരുപാട് കുഞ്ഞുള്ളി ഇടുന്ന കറിയെല്ലാം ഭയങ്കര ഇടങ്ങാറാണ് നിന്ന് അതിൻ്റെ തൊലി കളയാൻ. എന്നാലും ഉണ്ടെങ്കിൽ ഞാൻ ഇടുവേനു, പക്ഷേ ഇന്നില്ല എൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ വെല്ലുള്ളിൻ്റെ ചെറിയൊരു കഷ്ണം ഇട്ടിട്ട് നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറില്ലേ അതിലിട്ടിട്ട് നല്ലോണം നരച്ചെടുത്ത് നല്ല നൈസായിട്ട് അരിയണം. കാരണം ഈ ചെറിയ ജാറാകുമ്പോൾ നല്ലോണം അരിയും, മറ്റേതാകുമ്പോൾ അങ്ങനെ നേരൽ കുറവാണ് എൻ്റെ മിക്സിയിൽ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എല്ലാവരും ഇടുമെന്നറിയില്ല, എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഉമ്മാമ്മയെല്ലാം എന്നും ഇടുന്ന കാണാം ഒരു സീക്രട്ട് സാധനം. സീക്രട്ട് എന്ന് പറയാൻ നമ്മൾ ചോറ്, കുറച്ച് ചോറ്, എന്താ പറയുക, ഒരു ഇത്തിരി ചോറ് മാത്രം കൂട്ടിയാൽ നല്ലതായിരിക്കും. തേങ്ങയെല്ലാം അരക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇങ്ങനെ തേങ്ങ വേറെ വെള്ളം വേറെ ആയിട്ട് ഒരു നേരാത്ത പോലെ ഉണ്ടാകാൻ. ചോറ് കൂട്ടി അരക്കുമ്പോൾ നല്ലോണം നേരും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. തേങ്ങ അരച്ച കറിക്ക്, പച്ചക്കറി കറിക്കെല്ലാം ചോറ് നിർബന്ധമാണ്. ചോറ് എന്ന് പറയുമ്പോൾ ഒരു കുറേയൊന്നും കൂട്ടൂലേ, ഒരു ഇത്തിരി മണി മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ പണ്ട് കാലത്തെല്ലാം ഇതെല്ലാം ഭയങ്കര നാണക്കേടാന്ന് തോന്നുന്നു, ചോറ് കൂട്ടിയിട്ടുള്ള പിന്നെ കറി വെക്കലല്ലോ. പക്ഷേ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ കാണുന്ന എല്ലാം ഭയങ്കര ടിപ്സായിട്ട് ഇങ്ങനെ എല്ലാത്തിലും ചോറ് കൂട്ടിയിട്ട്, എല്ലാത്തിലും ചോറ്, ബാക്കി വന്ന ചോറ് കണ്ട് അത് ചെയ്യുക ഇത് ചെയ്യാന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ കാലത്ത് എൻ്റെ ഉമ്മാമെല്ലാം ചെയ്യുമ്പോൾ അതിനെ എല്ലാവരും പുച്ഛിച്ചിട്ട് എതിർക്കുക ചെയ്യാൻ. പാവം നമ്മൾ ഉമ്മാമ അങ്ങനത്തെ ഒരുപാട് ഇന്ന് പറയുന്ന എല്ലാ ടിപ്സും പണ്ട് കാലത്ത് സത്യമായിട്ടും എൻ്റെ ഉമ്മാമ ചെയ്തത് ഞാൻ കണ്ടിന്. പക്ഷെ അന്നതൊരു നാണക്കേടായിട്ടും കുറ്റപ്പെടുത്തലായിട്ടാണ്. പാവം മായം ചേർക്കുന്ന അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയും. എന്നാലും എൻ്റെ ഉമ്മാമ ഉണ്ടാക്കുന്ന അതിനൊന്നുമുള്ള ടേസ്റ്റ് ഇന്ന് ഒരിക്കലും കിട്ടില്ല. പിന്നെ എല്ലാത്തിലും
എന്തെങ്കിലും ഒരു പരിഹാരവും നല്ല ടിപ്സായിരിക്കും അവരെ ഭക്ഷണത്തിനുള്ള. അപ്പോൾ അതെല്ലാം കണ്ടുപഠിച്ചിട്ട് നമ്മളിപ്പോൾ അതന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തേങ്ങ അരച്ച കറി, ഫിഷ് കറി ആയാലും വെജിറ്റബിൾസ് ആയാലും കറി വെക്കുമ്പോൾ നമ്മൾ കുറച്ച് ചോറ് കൂട്ടും. അപ്പോൾ ഈ ചോറ് കൂട്ടാണ്ട് ചെയ്യുന്ന സാധനം ഒരു രസവും ഉണ്ടാവില്ല കറിയൊന്നും. അങ്ങനെ ഞാനീ സംസാരിക്കുന്ന കൂട്ടത്തിൽ കറി റെഡിയായി. വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സംസാരം കൂടുതൽ പറയാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാം കൂടി ഒന്നായിട്ട് അരച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് പിന്നെ എന്താ പറയുക, കടുകിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ എണ്ണ ഒഴിച്ച് ഉലുവയാണ് ഇട്ടത്. അത് പറയാൻ വിട്ട്. ഉലുവ കണ്ടിട്ടുണ്ടാവുമല്ലോ, പറയുമ്പോൾ കടുക് നായിപ്പോയതാണ്. അപ്പോൾ ഉലുവ ഇട്ട ഉടനെ ഉള്ളി തക്കാളി പച്ചമുളക് അതിലിട്ട് വഴറ്റില്ല. ഇങ്ങനെ അരപ്പെല്ലാം ഇതിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കൂടിയാണ് ഉള്ളി തക്കാളി പിന്നെ പച്ചമുളകും ഇടാനും. അല്ലാണ്ട് ഈ എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ ആ എണ്ണൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാകാൻ ഉച്ചക്കത്തെ മീൻ കറിക്കെല്ലാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ അതിന് ശേഷം നല്ല കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റായി ഈ തേങ്ങ അരച്ച കറി കൂട്ടാൻ. കിച്ചണിൽ ഇങ്ങനെ അലങ്കോലമായിട്ടാണ് ഉള്ളത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാ നേരവും ഇങ്ങനെ ഒരാൾ കരയുന്ന കേട്ടിട്ട് ഞാൻ പുറത്ത് വന്ന് നോക്കിയത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ 3 നേരവും വന്നിട്ടിങ്ങനെ ഫുഡിൻ്റെ സമയമാകുമ്പോൾ വന്നിട്ട് ഒരാൾ കാത്തിരിക്കും. അപ്പോൾ ഇന്നിങ്ങനെ മീനിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്തു നിന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് മീനെല്ലാം മുറിച്ച് അതിൻ്റെ വേസ്റ്റെല്ലാം കൊടുക്കാൻ നല്ല ഫ്രഷ് മീൻ തന്നെ കൊടുക്കും. കൊണ്ടുവന്ന എൻ്റെ ഹസ്ബൻഡ് ഫ്രഷ് മീൻ തന്നെ എടുത്ത് കൊടുക്കും. അത് കഴിച്ചിട്ടും മതിയായിട്ടില്ല എന്നാണ് മൂപ്പർക്ക് തോന്നുന്നത്. പിന്നെയും വന്നിട്ട് കരയുന്നുണ്ട്. അത് ഞാൻ വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇനി മീൻ മുറിച്ചതിൻ്റെ വേസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിന് അതെടുത്ത് കൊടുക്കും. അതിനിപ്പം വിളിച്ചാൽ ബാക്കിലോട്ട് വരും. ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാത്തിരുന്നതാ. എന്തെങ്കിലും ഒരു കരച്ചിൽ കരയും. എന്നിട്ട് നോക്കും എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ടോ. എന്നാലേ അകത്തേക്ക് കയറൂ. അങ്ങനെ അകത്തൊന്നും കയറില്ല, പുറത്തുനിന്നുള്ള കളിയേ ഉള്ളൂ. പിന്നെ ഇപ്പം അങ്ങനെയാണ്. പണ്ട് നമ്മൾ പൂച്ചനെല്ലാം പോറ്റീനേനു. അപ്പോൾ അത് രണ്ടിനെയും നായി കൊണ്ടുപോയി. പിന്നെ ഭയങ്കര വിഷമത്തിലായി. പിന്നെ പൂച്ചനെ വാങ്ങലും നമ്മൾ പോറ്റലൊന്നുമില്ല. ഇങ്ങനെ വന്നു കൂടിയാൽ അതിനെ നോക്കും, അതിന് ഭക്ഷണം കൊടുക്കും, അതിനെ കുറച്ച് വീര്യാക്കും, അങ്ങനെയല്ല ചെയ്യാൻ. ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. പോറ്റിയ സാധനം നമ്മൾ പിന്നെ എന്താ പറയുക, പേർഷ്യൻ ക്യാറ്റിനെ 2 ആളുണ്ടേനു ഇവിടെ 1-2 കൊല്ലം. അപ്പോൾ ഭയങ്കര സങ്കടത്തിലത് നമ്മളെ വിട്ട് പോയി. ഈ ഒരു വിഷമം കൊണ്ടിപ്പോൾ ഒരു ക്യാറ്റിനെയും വാങ്ങാനുള്ള ചിന്തയും പോറ്റാനുള്ള ആ പൊതിയെല്ലാം പോയി. വിഷമം സഹിക്കാൻ കഴിയില്ല, ഡിപ്രഷനിലായി പോകും കുറച്ച് നാൾ. അപ്പോൾ ഇങ്ങനെ ദൂരെ നിന്നുള്ള സ്നേഹം മതിയെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കെല്ലാം ഇങ്ങനെ വരുന്നതിന് ഫുഡ് കൊടുത്തിട്ടും കളിപ്പിച്ചിട്ടെല്ലാം അങ്ങനെ സന്തോഷം കണ്ടെത്തും. പിന്നെ വേറെന്താ പറയുക. അപ്പോൾ ഞാനെൻ്റെ വിശേഷം വെറും ഫിഷ് കറിൻ്റെ മാത്രം വീഡിയോ അല്ല ഇത്. ഞാനെൻ്റെ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിലൊരു ഫിഷ് കറി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തട്ടിക്കൂട്ടൽ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. എൻ്റെ വീഡിയോ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത് അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെന്താ പറയാൻ, വേറൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും ഞാനിങ്ങനെ പിന്നെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് തട്ടിക്കൂട്ടൽ കുക്കിങ്ങും കുറച്ച് പിന്നെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെയുള്ള പ്രകൃതി ഭംഗിയും ചെടികളും ഇതെല്ലാം കാണിച്ചിട്ട് ഞാൻ ഇനിയും വീഡിയോ ചെയ്യും. ഓക്കെ, അസ്സലാമു അലൈക്കും.